ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദിണ്ടിഗൽ സ്വദേശി ഡി മണി ചോദ്യം ചെയ്യലിന് SITക്ക് മുന്നിൽ ഹാജരായി. അഭിഭാഷകർക്കൊപ്പമാണ് മണി എത്തിയത്. അതേസമയം അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. രാവിലെ 10:15 ആദ്യമെത്തിയത് ബാലമുരുകനാണ്. ഭാര്യയോടൊപ്പമാണ് ബാലമുരുകൻ എത്തിയത്. പിന്നാലെ 4 അംഗ അഭിഭാഷക സംഘത്തോടൊപ്പം ഡി മണി ഓഫീസിലെത്തി. 2 ക്രൈംബ്രാഞ്ച് SP-മാർക്കൊപ്പം ക്രൈംബ്രാഞ്ച് മേധാവി SP വെങ്കിടേഷ് തന്നെ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്തത്. ഇരുവരെയും നേരത്തെ SIT തമിഴ്നാട്ടിലെത്തി ചോദ്യം ചെയ്യുകയും വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ചോദ്യാവലിയടക്കം തയ്യാറാക്കിയാണ് SITയുടെ നീക്കം. ഇന്നെത്താൻ ആവശ്യപ്പെട്ട തമിഴ്നാട് രാജപാളയം സ്വദേശി ശ്രീകൃഷ്ണനും ഡി മണി ഉപയോഗിച്ചിരുന്ന 2 ഫോൺ നമ്പറുകളുടെ ഉടമകളും ചോദ്യം ചെയ്യലിന് ഇതുവരെ ഹാജരായിട്ടില്ല. ഡി മണിയുടെ പേരിലടക്കം SITക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതേസമയം അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. 2019 ദേവസ്വം മന്ത്രി എന്ന നിലയിൽ SIT കാര്യങ്ങൾ ചോദിച്ചുവെന്നും അതിനുള്ള മറുപടി നൽകിയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.